തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ പക്കലേക്ക് കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. ഇത് കേരളത്തിലെ സതീശന്റെ വിസ്മയം. ഇനി അങ്ങ് ബീഹാറിൽ മറ്റൊരു വിസ്മയം നടന്നു. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരളത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിസ്മയം എണ്ണി തുടങ്ങുമ്പോൾ അങ്ങ് ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം വിസ്മയിപ്പിക്കുകയാണ്. ആകെ കയ്യിലുണ്ടായിരുന്നത് 6 MLA-മാരാണ്. ആ 6 പേരും പാർട്ടി വിട്ട് നിതീഷ് കുമാറിനൊപ്പം ചേരുമെന്നാണ് സൂചന. 6 MLA-മാർ NDA-യിൽ പോയാൽ ബീഹാർ നിയമസഭയിൽ കോൺഗ്രസ് പ്രാതിനിധ്യം വട്ടപൂജ്യമായിരിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വാക്ക് ഏതാന്ന് ചോദിച്ചാൽ വിസ്മയം തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവും UDFന്റെയും സംഭാവനയാണ് ഈ വിസ്മയം തീർക്കൽ. അങ്ങനെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ UDF പലവിധ വിസ്മയങ്ങളും തീർത്തു തുടങ്ങിയിരിക്കുന്നു. നമ്പർ 1 വിസ്മയം അല്ലെങ്കിൽ വിസ്മയം നമ്പർ 1 ആയിരുന്നു ആയിഷ പോറ്റിയെ LDFിൽ നിന്നും CPMൽ നിന്നും UDFിലേക്ക് എത്തിച്ചത്. ഇനി അങ്ങനെ വരിയോ ഈ വിസ്മയം നമ്പർ 2, 3, 4, 5 അങ്ങനെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടപടലം കൊണ്ടുവരാൻ നിന്ന ജോസ് കെ മാണി തൽക്കാലത്തേക്കൊരു നിരാശ കൊടുത്ത് LDFും CPMും അതിനൊരു ചെക്ക് വെച്ചിരിക്കുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ അതെന്താകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ പാർട്ടികളൊക്കെ വിസ്മയം തീർക്കുകയാണ്. LDF ആകട്ടെ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് അതിന് കൗണ്ടർ ചെക്കുമായിട്ട് വീടാന്തരം കയറിയിറങ്ങി തങ്ങൾക്ക് എന്താണ് തെറ്റ്, തങ്ങളുടെ എന്താണ് കുറവ്, തങ്ങളുടെ വികസന പരിപാടികൾക്ക് എന്താണ് മോശം എന്നൊക്കെ നാട്ടുകാരോട് ചോദിച്ച് നടക്കുകയാണത്രേ. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. സാമൂഹ്യ സേവനമാണ്. ഈ അധികാരമില്ലാത്തൊരവസ്ഥയെപ്പറ്റി ഈ നേതാക്കൾക്ക് ചിന്തിക്കാനേ പറ്റില്ല. പൊതുജന സേവനം എന്ന് പറഞ്ഞാൽ ഈ അധികാരമുള്ളതാണ്. പാർലമെൻ്ററി അധികാരമില്ലാതെ ഇവിടെ പൊതുജന സേവനം സാധ്യമേ അല്ല എന്നുള്ളതാണ് ഈ കുറേ നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത ഒരു നരേഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്താ പറയേണ്ടത്, കാറ്, സെക്യൂരിറ്റി, പൈലറ്റ് വാഹനങ്ങൾ, ഒരു 19 വാഹനങ്ങൾ, ഇതൊക്കെ ആയിട്ടങ്ങനെ നടക്കുന്ന ഇതൊന്നുമില്ലാതെ അവരുടെ നടപ്പ് കണ്ടാൽ തന്നെ ആകെ നമ്മൾ അന്തം വിട്ടു പോകും. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്നത്. നാടിൻ്റെ വികസനമോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ അവരനുഭവിക്കുന്ന ഇന്നത്തെ ജീവിത പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാമെന്നോ ഒന്നും ഇവരുടെ ചിന്തയേ അല്ല. അതൊക്കെ അവർക്ക് മേനി വിറച്ചൽ മാത്രമാണ് എന്നുള്ളതാണ് കാര്യം. അവർക്ക് ഈ മതമേലധ്യക്ഷന്മാരെ കാണണം, അവരെ പ്രീണനം ചെയ്യണം, അവരെ ബ്ലോക്കായിട്ട് തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം UDFന്റെ പക്ഷത്തേക്കാണെങ്കിൽ എല്ലാ ജാതിമത വിഭാഗങ്ങളും കൂടെ അങ്ങ് കുത്തി ഒഴുകുകയാണെന്നാണ് പറയുന്നത്. LDFന്റെ 10 വർഷത്തെ ഭരണത്തിൽ പല ആനുകൂല്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ് ഇനിയും അവരുടെ കിട്ടാനുള്ള ചാൻസുകൾ കുറവാണെന്ന് കണ്ടാൽ, കാരണം ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അതിൽ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് UDFും സംഘവും ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതാണല്ലോ കുറേ കൂടെ അവസരം കിട്ടുക എന്ന് ഈ മതപണ്ഡിതന്മാർക്കും മേലധ്യക്ഷന്മാർക്കൊക്കെ തോന്നിയ ബുദ്ധി തെറ്റാണെന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടുന്നാണോ കറവ കൂടുതൽ കിട്ടുന്ന ആ പശുവിനെ കറക്കുക എന്നുള്ളതാണല്ലോ ശരി. ഇപ്പം നമ്മൾ ബീഹാറിലേക്കൊന്ന് നോക്കിയാൽ അവിടുന്ന് വരുന്ന ഒരു വിസ്മയം വേറെയാണ്. ഇലക്ഷനിൽ നിന്നു കോൺഗ്രസ് ആകെ പൊട്ടിപ്പാളീസായി വെറും 6 MLA-മാരാണ് കിട്ടിയത്. അവരിപ്പോൾ ഇതായി ഉടനെ എവിടേക്ക് പോകാൻ പോകുന്നു? എല്ലാവരും ജയിച്ച 6 പേരും കൂടെ ഒന്നടങ്കം NDAയിൽ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലോ അല്ലെങ്കിൽ BJPയിലേക്കോ ലയിക്കാൻ പോകുന്നു എന്നാണ് അവിടെ നിന്ന് വരുന്ന വിസ്മയം. ഇവിടെയാണെങ്കിൽ തിരിച്ചു നടക്കുമ്പോൾ അവിടെ ഈ ഒന്നടങ്കം ജയിച്ച പാർട്ടി തന്നെ മാസങ്ങൾക്കുള്ളിൽ ഈ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ലയിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇവർക്കൊന്നും അധികാരമില്ലാതെ ഒരു ദിവസമോ ഒരു നിമിഷമോ തുടരാൻ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. പഴയ കാലത്തെ മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ വലിയ വലിയ സാമൂഹ്യ സേവനം സ്വപ്നം കണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ വിചാരങ്ങളോ ഒന്നും തന്നെയല്ല ഇവരെ നയിക്കുന്നത് എന്നുള്ളതൊരു വാസ്തവം അതിവരുടെ വാക്കുകളിൽ വ്യക്തമാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ രാഷ്ട്രീയത്തിലെ തമാശകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അവസരമാണ് ഇനി വരുന്ന ഈ 2-3-4 മാസം. അസംബ്ലി ഇലക്ഷൻ കഴിയുന്നവരെ പലതരം ഗിമ്മിക്കുകളും അല്ലെങ്കിൽ വിസ്മയങ്ങളും നമ്മൾ കാണേണ്ടി വരും. നമുക്ക് ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കാം. താങ്ക് യു.